പിതാവേ നന്ദി വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹയാക്കണമേ. കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനും ഭാവമായ സർവേശ്വരായ നടക്കുന്ന മൺപിടിയെ പോലെ ദൈവമേ നിർദ്ദയമേ തേടുന്നു. ജനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദിസ ജലത്തിലൂടെ ഈ പാപക്കറകൾ കഴുകി ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗലിക ശരീരത്തിൽ അവയവമായി തീരുന്ന ഈ ദാസി കുദാസ് എന്നേക്കും. ചോദിക്കുന്ന ചോദ്യത്തിന് ജ്ഞാനസ്നാന മാതാപിതാക്കളും തലോട്ടപ്പനും തലോട്ടമ്മയും മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മറിയം മുദ്രിതയായിരിക്കുന്നു. ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ഞങ്ങളുടെ ജീവനെ നിത്യം പരിപാലിക്കുന്നവനും അല്ലാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതി ബഹുമാനം നിറഞ്ഞ ആരാധന സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാണ്. എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഈശോയുടെ വിശ്വാസപ്പെടുന്നവരും മിശിഹായോട് ഐക്യപ്പെട്ടവർ വേണ്ടി മാമോദീസ എല്ലാവരും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദ്യം മുതൽക്കേ ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നോക്കാൻ നിങ്ങളതനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക്
മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനും സാധിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ ശുശ്രൂഷകളെയും പ്രാർത്ഥിക്കുന്നു. നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും അവരുടെ കീഴിൽ ഒരാലയത്തിൽ ഒന്ന് ചേരുന്ന ഈ ശിശുവിനെ നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥായും സാർവത്രികവും സ്ലൈംഗികവും എല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേതോചിതം പ്രതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും കരുതലും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. എല്ലാവരും പരിശുദ്ധമായ സർവേശ്വരായ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജനത്തിൽ ഇറങ്ങി വസിക്കട്ടെ. നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജനത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് താമസിക്കുന്ന ഈ ജനത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിനും പൗത്രീകരിക്കപ്പെട്ട അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ യോഗ്യരാവുകയും ചെയ്യട്ടെ. പിതാവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. നാമത്തിൽ മറിയം വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മറിയം മാമോദീസ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. പ്രകാശമായ മിശിഹ ആയിരിക്കട്ടെ. തുടർന്ന് പരിശുദ്ധാത്മാവിനെ സ്ഥിരീകരിക്കുന്ന സ്ഥൈര്യലേപനം എന്ന കുദാശ നൽകുവാനായിട്ട് പോവുകയാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായി ജ്ഞാനസ്നാനം മാതാപിതാക്കളും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പൂരിതനാക്കണമേ
ദൈവമേ, ശ്രീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ശ്രീഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം എന്നും സഭയിൽ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിവ്യദാനം അങ്ങയുടെ ദാസിക്ക് നൽകുന്നതിന് എളിയവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വരായ മാമോദീസായോട് പൊതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസിയെ മുദ്രിതയാക്കണമേ. ആമാപിതാവേ, അങ്ങയെ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഈ ദാസിക്ക് നൽകണമേ. കൈവപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരമലയാളിയും സഭയുടെ വിശ്വസ്തദാസിയുമായി ജീവിക്കുവാനുള്ള ശക്തിയാക്കട്ടെ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമവും നിറയട്ടെ. അങ്ങനെ അനുഗ്രഹത്താൽ നിർമ്മല ജീവിതം നയിക്കുവാൻ ഈ ദാസിക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദിസ സ്വീകരിച്ച മറിയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവമേ, ദാസി സ്വീകരിച്ച ജീവിതായും മലയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയിൽ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസിയെ സംരക്ഷിക്കട്ടെ. ഈ മിശിഹായുടെ ദിവ്യവരണം ജീവിതത്തോടുനീളം പ്രസരിപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെ അടയാളമായി മറിയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ശിശുവിനോട് ചേർന്ന് നമുക്കും പിതാവായ ദൈവത്തെ പിതാവിൻ ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ.
ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ